അല്ലാഹുവിന്റെ റസൂലിന് ആട്ടും തുപ്പും സഹിച്ചുകൊണ്ട് മദീനയിലുള്ള മക്കയിലുള്ള ജീവിതം ദുസ്സഹമായപ്പോൾ അബൂജഹൽ അല്ലാഹുവിന്റെ റസൂലിനെ അധിക്ഷേപിച്ചപ്പോ ഉത്ബത്ത് റസൂലുള്ളാഹിനെ വിമർശിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹ് സുജൂദിൽ കിടക്കുന്ന സമയത്ത് മാസങ്ങൾക്ക് മുമ്പ് ചത്തുപോയ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല മുസ്തഫ നബിയുടെ പരിശുദ്ധമായ കഴുത്തിൽ കൊണ്ടുവന്ന് ചാർത്തിയപ്പോ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് വീട്ടിലേക്ക് തളർന്ന മനസ്സുമായി കടന്നു വരുന്ന റസൂലുള്ളാഹിനെ കൈകൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കാൻ വീട്ടിലൊരു കുടുംബിനി ഉണ്ടായിരുന്നു. ആ കുടുംബിനിയാണ് ഖദീജത്തുൽ കുബ്രാ. ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. ഈ ഖദീജ ബിയും വഫാത്തായി, അബൂ ത്വാലിബും വഫാത്തായി. രണ്ടുപേരും ഒരേ വർഷത്തിലാണ് വഫാത്തായത്. ആ വർഷം ഹബീബ നബിയുടെ 63 കൊല്ലത്തെ വർഷത്തിനിടയിൽ ഒരു കൊല്ലമാണ് ആമുൽ ഹുസ്ൻ. ആ ആമുൽ ഹുസ്ൻ എന്ന് ചരിത്രകാരൻ വിളിക്കുന്നത് ഖദീജയും അബൂ ത്വാലിബും വഫാത്തായ ആ കൊല്ലത്തിനാണ്. ചിന്തിക്കണം, മുസ്തഫ നബിയുടെ കഷ്ടപ്പാട് ചിന്തിക്കണം. ഇന്ന് രാവിലെയും ഞാൻ എന്റെ മുത്തല്ലിമീങ്ങൾക്ക് ദർസ് നടത്തുമ്പോ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിന് അർത്ഥം പറഞ്ഞപ്പോൾ നാട്ടുകാരിൽ നിന്ന് ദർസ് കേൾക്കാൻ വേണ്ടി കടന്നു വരാറുള്ള ഒരു ആജിക്കയുടെ കണ്ണ് നിറയുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കഷ്ടപ്പാടുകൾ വരുമ്പോ ആ കഷ്ടപ്പാടുകളൊന്ന് ചെറുതായി കിട്ടാൻ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് ഓർത്താൽ മതിയേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ ഭർത്താവിനെ അസുഖബാധിതനായി വീട്ടിൽ കിടക്കുന്നതെന്നറിയുമ്പോ, മകന്റെ ഗൾഫിലുള്ള ശമ്പളം മറവി വെട്ടിക്കുറിച്ച് എന്നറിയുമ്പോ, തന്റെ പ്രിയപ്പെട്ട മകനിന് താക്കാത്തിൽ കുടുങ്ങി എന്നറിയുമ്പോ, തന്റെ പ്രിയപ്പെട്ട മകൾക്ക് കെട്ടിച്ച വീട്ടിൽ സ്വാസ്ഥ്യമായിട്ടുള്ള ജീവിതമില്ല എന്നറിയുമ്പോ, അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന പെണ്ണുങ്ങളെ, കടങ്ങളെ കൊണ്ട് വഴിമുട്ടുമ്പോ കടലിൽ ചാടി മരിച്ച പെങ്ങളില്ലേ, ഭർത്താവിന് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോ കിണറ്റിൽ ചാടി മരിക്കുന്നവരില്ലേ. മലപ്പുറം ജില്ലയിൽ ഈടടുത്ത് ഒരു മഹല്ലിന്റെ സെക്രട്ടറിയാണ്, മഅദല്ലാഹ്, ഒരു മഹല്ലിന്റെ സെക്രട്ടറിയാണ്. കടം നിറഞ്ഞതിന്റെ പേരില് സുബ്ഹി സമയത്ത് കഴുത്തിലേക്ക് കാര കുടുക്കിയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. മഅദല്ലാഹ്, അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ പരീക്ഷണത്തിന്റെ കയ്പ് നീര് കുടിക്കുന്ന സമയത്ത്, അസുഖങ്ങൾ നേരിടുന്ന സമയത്ത്, ശത്രുവിഭാഗത്തിന്റെ ശൈഥല്യത്തിൽ പെടുന്ന സമയത്ത്, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ പാറക്കെട്ടുകൾ മഞ്ഞ് പോലെ ഉരുകി ഒലിക്കാൻ ഞാൻ സഹിച്ചിട്ടുള്ള പ്രയാസങ്ങളെന്ന് ഓർക്കണേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. പുറത്തുനിന്ന് ആക്ഷേപങ്ങളും വിമർശനങ്ങളും അടിയും തുപ്പൊക്കെ കൊണ്ടിട്ട് കടന്നു വരുമ്പോ വീട്ടിലെത്തിയാൽ അതൊക്കെ തുടച്ചിട്ട് ഒഴിഞ്ഞെടുക്കാൻ ഒരു പെണ്ണുണ്ടായിരുന്നു, ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ. പുറത്തുനിന്ന് പലപ്പോഴും കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അബൂ താലിബിനെ പേടിച്ചിട്ടാണ് അന്ന് ഖുറൈശികളൊന്നും കാട്ടാതിരുന്നത്. അതുകൊണ്ട് പുറത്ത് അങ്ങനെ ഒരാളുണ്ടായിരുന്നു. രണ്ടാളും ഒരേ കൊല്ലത്തിൽ അങ്ങോട്ട് മരിച്ചു. അതുകൊണ്ട് നബിക്ക് മക്കത്ത് ജീവിക്കാൻ പ്രയാസമായി. നിങ്ങൾ ചിന്തിക്കണം, അബൂബക്കർ കടന്നു വരുന്നത് ഇൻഷാ അല്ലാഹ് ഇത് ഇങ്ങനെ പശ്ചാത്തലം ഒരുക്കുകയാണ് ആ ചരിത്രത്തിന്റെ കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പൊ റസൂലുള്ളാഹിക്ക് ഒരു സമാധാനം ത്വായിഫിലൊന്ന് പോയോ, അവിടെ കുറച്ച് അത് നിങ്ങൾ കേൾക്കുന്ന ചരിത്രം ഞാൻ വിശദീകരിച്ചിരിക്കുന്നു. ത്വായിഫിൽ പോയപ്പോൾ റസൂലുള്ളാഹിന്റെ അനുഭവങ്ങൾ, മദ്രസയിലെ ആഘോഷത്തിന്, നബിദിനാഘോഷത്തിന് കാലിന്റെ ചുവപ്പ് മാറാത്ത പൊന്നുമക്കൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് കേട്ടിട്ട് കലങ്ങിയ കണ്ണുമായി പിരിഞ്ഞു പോകുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ ചരിത്രം ആവർത്തിക്കുന്നില്ല. ആ ത്വായിഫിന്റെ കൈപ്പേറിയിട്ടുള്ള അനുഭവങ്ങള് സുബ്ഹാനല്ലാഹ്, സ്വന്തം കുടുംബക്കാരാൽ മുസ്തഫ നബി ത്വായിഫിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോ
അപ്പോഴും പ്രതികരിച്ചില്ല, അപ്പോഴും യുദ്ധം ചെയ്തില്ല, അപ്പോഴും വാളെടുക്കാൻ പറഞ്ഞില്ല. പക്ഷെ റസൂലുള്ള തിരിച്ചു വന്നു. ഹിജ്റക്കുള്ള സമ്മതം കിട്ടുകയാണ്. ഹിജ്റക്കുള്ള സമ്മതം അത്ഭുതമാണ്. ഈ ചരിത്രങ്ങളൊന്ന് കേൾക്കണം. എന്നെ ഈ വിഷയം പറയേൽപ്പിച്ചുകൊണ്ട് അത്ഭുതങ്ങളൊന്നും പറയാൻ കഴിയില്ല. ഞാൻ വിഷയം പറഞ്ഞു പോകും, ചിന്തിക്കണം. പക്ഷേ ഇത് ഈമാനുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സദസ്സ്, എന്നത്തെ സദസ്സും ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ സീറ്റ് പിടിക്കാൻ കാരണമാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമേ പറയാം, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. ശത്രുക്കൾ കുടുങ്ങി, കുറെ ഞെക്കിക്കൊല്ലാൻ നോക്കി, പറ്റില്ല. പിന്നെ നക്കിക്കൊല്ലാൻ നോക്കി, പറ്റില്ല. പിന്നെ ബഹിഷ്കരണം ഏർപ്പെടുത്തി, പറ്റില്ല. ഒന്നും പറ്റില്ല. അവസാനം അവര് ദാറുന്നതുവരെ രോഗം, ദാറുന്നതുവ ഒരു യോഗം. അത് പഴയ കാലത്ത് കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ മസ്ലഹത്തിന്റെ മീറ്റിംഗ് കൂടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഹാളാണത്. അവിടെ പിന്നെ മുസ്തഫ നബിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആ കൂടുന്നത്. അവരെല്ലാരും കൂടി യോഗം കൂടിയിട്ട് അബൂജഹലാണ് അധ്യക്ഷൻ. അതെ രസം. അധ്യക്ഷ അബൂജഹൽ ഇങ്ങനെ വെച്ചു, നമ്മളിനി എന്താ ചെയ്യാ? ആ സമയത്തിന്റെ വാതിലിന്റെ അവിടെ ഒരു ചെങ്ങായി ഇങ്ങനെ വന്നിട്ട് ഒരു വലിയ തലയെക്കൊണ്ടൊക്കെ കെട്ടിയിട്ട് ഒരു സന്യാസിന്റെ രൂപത്തിൽ ഒരാളെ കാണാൻ. അപ്പൊ ആളാരാധന നിങ്ങൾ ഇബ്ലീസാണ്. പക്ഷെ ഇബ്ലീസാന്നുള്ളത് അബൂജഹൽ അടക്കമുള്ള ഇബ്ലീസുമാർക്ക് മനസ്സിലായിട്ടില്ല. അവരിങ്ങനെ നോക്കിയപ്പോ വാതിലിന്റെ അവിടെ ഒരാള്, അയാൾ പറഞ്ഞു ഞാനാണ് കിടക്കട്ടെ എന്ന് വെച്ചപ്പോ അബൂജഹലിന് സമ്മതം കൊടുക്കാൻ ഒരു പേടി. കാരണം എന്താ, മൂപ്പര് മിക്കവാറും ഹാളിന്റെ ഉള്ളിൽ കയറുന്ന അധ്യക്ഷ സ്ഥാനം പോകും. അതല്ല സോക്കട്. ഇന്നത്തെ സോക്കടോ അന്നത്തെ സോക്കടൊക്കെ അപ്പൊ തന്നെയാണ്. അധ്യക്ഷ സ്ഥാനം പോകുന്നത് ഒരു പേടി. അതുകൊണ്ട് എന്താവുന്നുള്ള വേദാല. അപ്പോ 2-3 ചെറുപ്പക്കാർ പറഞ്ഞു ഇങ്ങോട്ട് കടക്കാൻ വേണ്ടി പറഞ്ഞാലേ, അങ്ങനെ വലിയൊരാള് വന്നിട്ട് തിരിച്ചുവിടാൻ പറ്റില്ല എന്നാണ്. അപ്പൊ അബൂജഹൽ പറഞ്ഞു അത് പറയാ. മൂപ്പര് നേരെ വന്നത് കസാരയുള്ള സ്ഥലത്തേക്ക് തന്നെ, അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ. അവിടെ നമ്മളെ ഇവനെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് അടച്ചിടുക, ഭക്ഷണം വെള്ളം കൊടുക്കണ്ട, അങ്ങനെ ശ്വാസം വിട്ടാണ് മരിച്ചു. അപ്പൊ ഇബ്ലീസ് ഇരിക്കും, നീ രണ്ടാമത് അഭിപ്രായം പറയാൻ നീ അഭിപ്രായം പറയാൻ എന്തെന്ന് വെച്ചാൽ ഇവനെ നമ്മള് റൂമിൽ കൊണ്ടേ കൂട്ടിയിട്ടാൽ അനുയായികളെ റൂമിൽ ചവിട്ടി പൊളിച്ചിട്ട് ഉമറക്കള്ളല്ലേ ആണ് കൊണ്ടുപോകില്ലേ? അതുകൊണ്ട് എന്താ കാര്യം വെച്ചു. അതുകൊണ്ട് നീ അഭിപ്രായം പറയണ്ട, കാരണം ഈ പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു മനസ്സിലായി. രണ്ടാമതൊരാൾ ഞാൻ അഭിപ്രായം, നമ്മളിവനെ കാട്ടിൽ കൊണ്ടുപോയിട്ട് വിടാം, വല്ല സിംഹം പുലിയൊക്കെ കടിച്ചോട്ടെ. അപ്പോഴേ ഇബ്ലീസ് പറഞ്ഞു നീ ഈ അഭിപ്രായം പറയണ്ടിരിക്കും, കാരണം ഇബ്ലീസിന് ഇയാളെ ശരിക്കറിയാം. ഇബ്ലീസ് പറഞ്ഞു നമ്മൾ ഇയാളെ കാട്ടിൽ കൊണ്ടുപോയിട്ടാല് അവിടെയുള്ള ആനയും സിംഹം പുലിയൊക്കെ മൂപ്പര് സഹാബാക്കളായിട്ട് മാറുന്നു. ഇത് ഏതാ സാധനം നമുക്കറിയാം. ഇത് മൃഗങ്ങളൊക്കെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ആളാ, അതുകൊണ്ട് കാട്ടിക്കും വിടണ്ട. അപ്പൊ ഒരാൾ നീച്ചാണ് ഞാൻ അഭിപ്രായം പറയാം. നമ്മൾ പ്രമുഖരായ കുടുംബക്കാരെ മൊത്തം ഒരുമിച്ച് കൂടിയിട്ട് 100 ആളുകൾ 100 വാളയിട്ട് പോയിട്ട് ഒരൊറ്റ വെട്ടിനെ കൊല്ലുക. ഈ ഇബ്ലീസാണ് നീച്ചിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് മുട്ടിയിട്ട് അങ്ങനെ തീരുമാനം. സുബ്ഹാനല്ലാഹ്. രാത്രി സമയമാണ്, ചിന്തിക്കണേ, സദീഖ് കാര്യം വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. രാത്രി സമയമാണ്. മുസ്തഫ നബി വീട്ടിൽ കിടക്കുകയാണ്. മുസ്തഫ നബി കിടക്കുന്ന വീട്ടിലേക്ക് അബൂജഹലിന്റെ നേതൃത്വത്തില് 100 ആളുകൾ 100 വാളുമായി കടന്നു വരികയാണ്. പുണ്യപൂമാന വധിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 100 ആളുകളാണ്, 100 വാളാണ്. മുസ്തഫ നബി അർദ്ധരാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ആ ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ വീട്ടിലേക്ക് കടന്നു വരികയാണ്. 100 ആളുകൾ കടന്നു വരികയാണ്. 100 വാളുകളാണ്. വീട്ടിന്റെ ഉള്ളിൽ ഒന്നും തന്നെ ഇല്ല. എന്നിട്ട് ഈ 100 ആള് 100 വാളേറ്റ് എന്നിട്ട് പുറത്തങ്ങനെ നിൽക്കുക. ഉള്ളിൽ കടക്കാൻ ഒരൊറ്റൊന്നും ധൈര്യമില്ല. ഞങ്ങൾ നോക്കാൻ ധൈര്യത്തിന്റെ നോക്കും. ഇതിന്റെ ഉള്ളിൽ കടക്കാൻ ഒറ്റ ആൾക്ക് ധൈര്യമില്ല. പറഞ്ഞട്ടെ 100 ആളെ ധൈര്യം. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കുക. അറിഞ്ഞ അതിന്റെ ഇടയ്ക്ക് 3-4 ചെറുപ്പക്കാർ അബൂജഹലിനെ വിളിച്ചു, ഇവിടെ വാ, നമ്മളിപ്പോ ഇയാളെ എന്തിനാ കൊല്ലണ്? എനിക്കറിയില്ല. മൂപ്പര് നമ്മളങ്ങോട്ട് കൊണ്ടുപോകണോ? ഇല്ല. നമ്മളെ വീട്ടിൽ കഴിഞ്ഞിട്ട് മോശം നടത്തണോ? ഇല്ല. എന്നെങ്കിലും കളവ് പറഞ്ഞണോ? ഇല്ല. ചതിച്ചിക്കണോ? ഇല്ല. ചൂഷണം ചെയ്തിക്കണോ? ഇല്ല. അല്ല പിന്നെ എന്തിനൊക്കെ ഇയാളെ കൊല്ലണം? എനിക്കറിയാം. കൊല്ലാൻ പോയാന്ന് രാത്രി പോയി മറുപടി.
അപ്പൊ ഇവരറിഞ്ഞു പിന്നെ ഇല്ലാണ്ട് കൊന്നോളൂ എന്നിട്ട് ആകാണ്ട് പോയി. പിന്നെ ബാക്കിയുള്ളവർ അബൂജഹൽ ഇത് മുസ്തഫ നബിയോട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ നേരത്തെ അല്ലാഹു പറഞ്ഞതായി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്തഫ നബി തന്റെ വീട്ടിൽ നിന്നൊരു പൊടി മണ്ണ് വാരുകയാണ്. എന്നിട്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയാണ്. എന്നിട്ട് പുറത്ത് കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ശത്രു വിഭാഗത്തിന്റെ ആ കൂട്ടത്തിലേക്ക് ഈ പിടിമണ്ണ് വാരി എറിയുകയാണ്. ഷഹത്തിൽ മുഖങ്ങൾ കെട്ടുപോകട്ടെ, മുഖങ്ങൾ കെട്ടുപോകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ഈ പിടിമണ്ണ് വാരിയെറിയേണ്ട താമസം ശത്രു വിഭാഗത്തിന്റെ എല്ലാവരുടെയും അതാ തലയിൽ ഓരോ മൺപിടി പോയി വീഴുകയാണ്. അബൂജഹലിന്റെ മൂർദാവിലും ഒരു തരിമണ്ണ് വീഴുകയാണ്. ഉത്ബത്തിന്റെ മൂർദാവിലും ഒരു തരിമണ്ണ് വീഴുകയാണ്. ശൈബത്തിന്റെ മൂർദാവിലും ഒരു മൺപിടി വീഴുകയാണ്. ഈ മണ്ണിന്റെ തരിയങ്ങ് തലയിൽ തട്ടിയപ്പോഴേക്ക് ശത്രുക്കൾ ഷോക്കടിച്ചതുപോലെ നിശ്ചലമാവുകയാണ്. ഈ മൺതരി തലയിൽ തട്ടിയപ്പോഴേക്ക് ഇടി തട്ടിയ തെന്നു മാറി അബൂജഹൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ പാടം മാറി മറ്റുള്ളവർക്ക്. എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം. അബൂജഹലിന്റെ കൈയിന്റെ അടിയിൽ കൂടി മുഹമ്മദ് മുസ്തഫ കുറച്ച് കഴിഞ്ഞപ്പോ മറ്റാൾ വന്നു നോക്കി ഇബ്ലീസ്. പക്ഷെ അത് അലിയാരാണ് അബൂജഹലിന് അറിയില്ല. അലിയാർ അതിനുള്ളിൽ കെടുത്ത ഒരു കാരണമുണ്ട്. എന്താ അറിയോ? അപ്പോഴാണ് ആരാ മുഹമ്മദ് മുസ്തഫ എന്നാണ് മനസ്സിലാകുക. ഈ അബൂജഹലിലേക്കുള്ള കുറെ ആളുകൾ റസൂലുള്ളാഹിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കുറെ വസ്തുക്കളുണ്ട്. കാരണം മുഹമ്മദ് നബി മക്കയിൽ അൽ അമീന, ആരും വഞ്ചിക്കൂല, എല്ലാവർക്കും ഉറപ്പുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരാളിപ്പോ അതൊക്കെ ഏൽപ്പിക്കല്. ഞാൻ ഇപ്പൊ 3-4 ദിവസം മുമ്പ് പോയപ്പോ ഒരു സ്ഥലത്ത് പോയപ്പോ അവിടുത്തെ ഖജാൻജി സുഖമില്ലാത്ത ആളാണ്. തീരെ സുഖമില്ല, തലക്ക് സുഖമില്ലാത്ത ആള് ഖജാൻജി. അപ്പൊ ഞാൻ അയാളെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കാൻ പോയത്. അയാള് വർത്താനം തുടങ്ങിയപ്പോൾ നിർത്തുന്നില്ല. അപ്പൊ എനിക്ക് സുഖമില്ല മനസ്സിലായത്. എന്നെ കണ്ടപ്പോ തന്നെ ആൾ മാറ്റാണ് കെട്ടിപ്പിടിച്ചു വിടുന്നില്ല. അതിൽ മോൻ വന്നിട്ടാ പിന്നെ വേർപെടുത്തിയത്. പിന്നെ കെട്ടിപ്പിടിക്കാൻ തന്നെ പേടി. അങ്ങനെ വർത്താനം തുടങ്ങി. കോഴിനെ കുറിച്ച് വർത്താനം പറയുകയാണെങ്കിൽ കോഴിനെ കുറിച്ച് ഭക്ഷണത്തിനെ കുറിച്ച്. അപ്പൊ എന്നോട് മോൻ പറഞ്ഞു. അപ്പൊ ഞാൻ സെക്രട്ടറിനോട് വെച്ചു പിന്നെ സുഖമില്ലാത്ത ആളെ കഥ. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഇവിടെ സാമ്പത്തിക രംഗത്ത് വിശ്വാസമുള്ള മൂപ്പരെ മാത്രമേ അപ്പാണ് ഏൽപ്പിച്ചത്. വേറെ ആരെ കയ്യിലെ പൈസ നമുക്ക് വിശ്വാസം പൈസ ഒന്നും കാട്ടില്ല. അള്ളാന്റെ ഹബീബിന്റെ കയ്യില് മക്കയിലുള്ള മുഴുവൻ ആളുകളും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. ആ വിശ്വസ്തത കണ്ടവങ്ങള് അത് മദീനയിലേക്ക് ഹിജ്റ പോവാൻ സമ്മതം കിട്ടി. അപ്പൊ ഇത് തന്റെ മരുമകന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവണം. അൽ അമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഏതായാലും ചരിത്രത്തിലേക്ക് കടക്കുന്നവളെ ചിന്തിക്കണം. അബൂജഹൽ പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ ആളുണ്ട് എന്നാണ്. ഇബ്ലീസ് വന്ന ആള് പോയിക്കുന്നതാണ്. അബൂജഹൽ ഇങ്ങനെ നോക്കുമ്പോ പുതപ്പ് ഇളകാൻ തുടങ്ങി. അപ്പൊ അബൂജഹൽ എല്ലാവരോടും പോപ്പിന്റെ ഉള്ളിൽ ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പോപ്പെടുത്ത് ഒഴിവാക്കിയിട്ട് വരുമ്പോഴാണ് അത് അലി ഇബ്നു അബീ ത്വാലിബാണ്. അപ്പോഴാണ് ഇഞ്ചി കടിച്ച കരങ്ങിന്റെ മാതിരി അബൂജഹൽ ഈ നിർത്തുന്നത്. പോപ്പിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആരാളെന്ന് പറയാം, അലി ഇബ്നു അബീ ത്വാലിബാണ്. അപ്പൊ അബൂജഹൽ കൂടെ ഉള്ളവരോട് പറഞ്ഞു, വിചാരിച്ചതിന് കിട്ടിയില്ല, ഇനി കിട്ടിയതിന് ചാമ്പ് എന്നാണ്. നമ്മൾ കരുതിയതിന് കിട്ടിയില്ല, എന്നാ കിട്ടിയതിന് ചാമ്പ്. അപ്പൊ ചെറുപ്പക്കാരാണ്, എടാ മുളകെ മാറി നാളെ ചിന്തിക്കണം. ഇനി എല്ലാരും സിദ്ദീഖിന്റെ ഓർമ്മയിലേക്ക് ഹൃദയം കൊണ്ട് വീഴണം. ഈ പോക്ക് നേരെ പോയത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്കാണ്. അബൂബക്കറിന് സിദ്ദീഖ് മുസ്തഫ നബിയെ കണ്ടപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. വീട്ടിൽ നിന്ന് കൊല്ലാൻ വേണ്ടി വന്ന കൊലയാളികളുടെ ഇടയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് തന്റെ വലങ്കയ്യായ അബൂബക്കറിന്റെ വീട്ടിൽ എത്തിയപ്പോ സിദ്ദീഖുൽ അക്ബറിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അബൂബക്കറെ ഹിജ്റക്കുള്ള സമ്മതം കിട്ടിയിരിക്കുന്നു. അബൂബക്കറെ എന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹിജ്റക്കുള്ള സമ്മതം കിട്ടിയിരിക്കുന്നു അബൂബക്കറെ.
എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ സിദ്ദീഖ് ചോദിച്ചു, അസ്സുഹബത യാ റസൂലല്ലാഹ്, എനിക്കും കൂടെ വരാനുള്ള അനുമതി കിട്ടിയോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂബക്കറേ, നിങ്ങളോടും കൂടെ വരാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. കേട്ടപാടെ സിദ്ദീഖ് കരയുകയാണ്. ഭാര്യയെ പിരിയുന്നതിലുള്ള വിഷമം കൊണ്ടല്ല, മക്കളെ പിരിയുന്നതിലുള്ള വിഷമം കൊണ്ടല്ല, അതാ ഭാണ്ഡത്തിൽ കെട്ടുകയാ. അല്ലാഹുവിന്റെ റസൂലും സിദ്ദീഖും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് റബ്ബേ ഓടുകയാണ്. എന്താണ് ഓടാനുള്ള കാരണം? അലിയാരാണ് പുതപ്പിലെന്നറിഞ്ഞപ്പോ ശത്രുക്കൾ കൂർത്തമൂർത്ത വാളുകളുമായി മുഹമ്മദ് എങ്ങോട്ടാണ് ഒളിച്ചത് എന്നറിഞ്ഞിട്ട് കണ്ടുപിടിച്ച് കൊല്ലാൻ വേണ്ടി വീടിന്റെ ഭാഗത്ത് നിന്ന് പ്രഭാതമാകുമ്പോഴേക്ക് ശത്രുക്കൾ അതാ ഓടി വരികയാ. പിന്നാലെ വാളേന്തി വരുന്ന ശത്രു വിഭാഗത്തിന്റെ കൺമുന്നിൽ നിന്ന് മറയാൻ സിദ്ദീഖും മുസ്തഫായ നബിയോ ഓടുകയാ. ഇന്നും മക്കയിൽ പോയവർക്കറിയാം, ഗാർ സൗറ എന്ന പർവ്വതം അറിയാം. ഗാർ സൗർ പർവ്വതത്തിന്റെ അരികിൽ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പോയിരുന്നു. സിദ്ദീഖിന്റെ കാൽപ്പാടുകൾ ചിന്തിച്ചുകൊണ്ട് ചരിത്രാന്വേഷകനായ എന്റെ കൽബ്, ഹൃദയം അറിയാതെ വിങ്ങിയത് ഞാൻ ഓർക്കുകയാണ്. ഈ മലക്കെട്ടിന്റെ മുകളിലൂടെയാണ് അള്ളാന്റെ റസൂലിന്റെ കൂടെ അബൂബക്കർ ഓടിയത് റളിയല്ലാഹു തആല അൻഹു. ആ മലന്റെ മുകളിൽ 2 മനുഷ്യന്മാര് ഓടുക. എന്തിന്? പിന്നിൽ ശത്രുക്കൾ കൊല്ലാൻ പറഞ്ഞതിന് ഓടുക. സുബ്ഹാനല്ലാഹ്. അതിൽ സിദ്ദീഖിന്റെ ഓട്ടാണ് അത്ഭുതം. എന്താണെന്നറിയാം? സിദ്ദീഖ് എന്താ ചെയ്യുന്നവരോ, സിദ്ദീഖ് മുന്നിൽ കൊന്നാണ്ട് ഓടും, എന്നിട്ട് ഇങ്ങോട്ട് തന്നെ വരും, എന്നിട്ട് പിന്നിക്കോടും, എന്നിട്ട് ഇങ്ങോട്ട് വരും, എന്നിട്ട് വലത് ഭാഗത്ത് പോകും, എന്നിട്ട് ഇടത് ഭാഗത്ത് പോകും, എന്നിട്ട് വരും. ഇങ്ങനെ റസൂലുള്ളാഹിനെ കറങ്ങിയിട്ട് ഓടുക അബൂബക്കറിന് സിദ്ദീഖ്. അപ്പൊ മുസ്തഫ നബി ചോദിച്ചു, അല്ല സിദ്ദീഖേ, ഇതെന്താ ഇങ്ങനെ കറങ്ങണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കുമ്പോ ശത്രുക്കൾ മുമ്പാകത്ത് നിന്ന് വരുന്നുണ്ടോ എന്ന പേടി എനിക്ക് വരുമ്പോ, അവര് വരുന്നുണ്ടോ എന്നറിയാൻ ഞാനങ്ങ് മുമ്പിലേക്ക് ഓടുകയാണ് നബിയേ. അപ്പൊ എനിക്ക് തോന്നും പിന്നിന്ന് വരുന്നുണ്ടോ, അപ്പൊ ഞാൻ പിന്നിലേക്ക് ഓടുകയാണ് നബിയേ. അപ്പൊ എനിക്ക് തോന്നും വലത് ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ, അതുകൊണ്ട് ഞാൻ വലത്തെ ഭാഗത്തേക്ക് ഓടുകയാണ് യാ റസൂലല്ലാഹ്. അപ്പൊ എനിക്ക് തോന്നും ഇടത്തെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ, അപ്പോൾ ഞാൻ ഇടത്തേക്ക് ഓടുകയാണ് യാ ഹബീബല്ലാഹ്. അങ്ങയുടെ കൂടെ നിൽക്കാൻ എനിക്ക് മനസ്സില്ല നബിയേ. ആ മലയുടെ മുകളിലൂടെ അങ്ങ് ഓടിയപ്പോൾ റസൂലുള്ളാഹിന്റെ ശരീരത്തെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് സോഫ്റ്റായ ശരീരമാണ്, നൈസായ ശരീരമാണ്, മൃദുലമായ ശരീരമാണ്. അതുകൊണ്ട് തന്നെ മലമുകളിലൂടെ ഓടുമ്പോ നൈസായ തൊലിയുള്ള മുസ്തഫ നബിയുടെ കാല് മലയുടെ പാറകളിൽ തട്ടിയിട്ടങ്ങ് പൊളിഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ കാലിൽ നിന്ന് രക്തം പുറത്തേക്ക് പമ്പ് ചെയ്തപ്പോ ഗാർ സൗറിന്റെ മുകളിൽ വെച്ച് അബൂബക്കർ പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്റെ തോളിൽ ഇരിക്കണം നബിയേ, അങ്ങ് എന്റെ തോളിൽ ഇരിക്കണം നബിയേ, അങ്ങ് എന്റെ തോളിൽ ഇരിക്കണം നബിയേ എന്ന് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല നിർബന്ധിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് അന്ന് പ്രായം 53 വയസ്സാണെന്ന് മറക്കണ്ട ഉമ്മ. നിങ്ങളുടെ മക്കൾക്ക് പനിയാണ്,
ആ 7കാരനാണ് 8കാരനാണ് അല്ലെങ്കിൽ 5കാരനാണ് 6കാരനാണ്. പനിയുള്ള ദിവസം ഹർത്താല് വന്നാൽ ബന്ദ് വന്നാൽ ഡോക്ടറെ നിർബന്ധമായി വീട്ടിലൊന്ന് പോയി കാണാൻ വേണ്ടി വണ്ടിയില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ 8കാരനെ ഒന്ന് എടുത്തുകൊണ്ട് പാറയുടെ മുകളിലല്ല, കുന്നിന്റെ മുകളിലല്ല, ഹൈവേ റോഡിന്റെ നിരപ്പിലൂടെ 1 കിലോമീറ്റർ അങ്ങ് നടന്നാൽ നമ്മൾ കുഴഞ്ഞങ്ങ് ഇരിക്കൂലേ? എന്നിട്ട് മകനെ ഇറക്കി നടത്തിയിട്ട് കൈവിരൽ ചൂണ്ടിക്കൊടുത്ത് അത് പിടിച്ച് ഈ രോഗിയായ മകനെ നടത്തുകയില്ലേ? 5കാരനായ മകനെ തോളിലേറ്റ് 1 കിലോമീറ്റർ പരന്ന റോട്ടിലൂടെ നടക്കാൻ 25കാരനായ 30കാരനായ 35കാരനായ ചെറുപ്പക്കാരാ നമുക്ക് കഴിയില്ലെങ്കിൽ 51 വയസ്സുള്ള അബൂബക്കർ തോളിലേറ്റുന്നത് 53 വയസ്സുള്ള മുഹമ്മദ് നബിയെയാണ്. സിദ്ദീഖിന്റെ മഹബത്തിലേക്ക്, സിദ്ദീഖിന്റെ ഈമാനിലേക്ക് സദസ്സ് ആഴ്ന്നിറങ്ങട്ടെ. 51 വയസ്സുള്ള അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ തോളിലേറ്റുന്നത് 53 വയസ്സുള്ള മുസ്തഫായ നബിയെയാ. 53 വയസ്സുള്ള മുസ്തഫ നബിയെ തോളിലേറ്റിട്ട് നടക്കുന്നത് ഹൈവേ റോഡിലൂടെയല്ല, പരന്ന സ്ഥലത്തിലൂടെയല്ല, വലിയ പർവ്വത പാറക്കെട്ടിന്റെ മുകളിലൂടെ അള്ളാന്റെ റസൂലിനെ തോളിലേറ്റ് ഓടുന്നു അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ രംഗം കണ്ണോണ്ട് കണ്ടു. 53 വയസ്സുള്ള മുസ്തഫ നബി തോളിൽ, 51 വയസ്സുള്ള സിദ്ദീഖ് പാറന്റെ മുകളിലൂടെ ഈ ആളെ തോളിലേറ്റ് ഓടുക. യാ റസൂലല്ലാഹ്. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ കാലിലൂടെ രക്തം വരുന്നുണ്ട് പാറമ ചവിട്ടിയിട്ട്. അപ്പൊ അള്ളാന്റെ റസൂൽ സിദ്ദീഖിനോട് ഇങ്ങനെ താഴ്ത്തിയിട്ട് പറഞ്ഞൊരു വർത്താനുണ്ട്, അത് മതി. സിദ്ദീഖ് തോളിലേറ്റ് പാറപ്പുറത്തിലൂടെ ഓടുമ്പോ മുഹമ്മദ് നബി പറഞ്ഞു, അബൂബക്കറെ അബൂബക്കറെ ജിബ്രീൽ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. അബൂബക്കറെ അബൂബക്കറെ നിങ്ങളോട് ജിബ്രീൽ അസ്സലാമു അലൈക്കും എന്ന സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം മടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ തോളിലേറ്റി ആ മലക്കെട്ടിന്റെ മുകളിൽ എത്തുകയാണ്. അവിടെ തൗർ ഗുഹയിൽ റസൂലുള്ളാഹിനെ താഴെ ഇരുത്തുകയാണ്. എന്നിട്ട് സിദ്ദീഖ് പറയുന്നു, യാ റസൂലല്ലാഹ് ലാ തദ്ഖുൽ ഹത്താ അദ്ഖുല അനാ. ഞാൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുന്നത് വരെ നിങ്ങൾ കയറല്ല നബിയേ, നിങ്ങൾ കയറല്ലേ യാ റസൂലല്ലാഹ്. ആ ഗുഹയുടെ ഉള്ളിലേക്ക് ആദ്യം ഞാൻ കയറാം നബിയേ. ഞാൻ ഗുഹന്റെ ഉള്ളിൽ കയറിയിട്ട് വിളിച്ചിരിക്കാം. അപ്പൊ സിദ്ദീഖ് പറയാണ്, കയറല്ലേ കയറല്ലേ, ഞാൻ അതിന്റെ ഉള്ളിൽ ആദ്യം ഒന്ന് കയറി നോക്കട്ടെ. വലിയ പാമ്പുകൾ ഉണ്ടായാലും തങ്ങളെ കടിക്കണ്ട, എന്നെ കടിച്ചോട്ടെ. സുബ്ഹാനല്ലാഹ് റളിയല്ലാഹു. സിദ്ദീഖ് ഗുഹന്റെ ഉള്ളിൽ കയറുകയാണ്. എന്നിട്ട് ഗുഹന്റെ ഉള്ളിൽ കയറിയപ്പോ കുറെ പൊത്തുകളുണ്ട്, ഓൾസുകൾ. അതൊക്കെ സിദ്ദീഖ് പുല്ലുകളും മറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടച്ചു. തികയാതെ വന്നത് സിദ്ദീഖ് വസ്ത്രം കീറി കടക്കാൻ തുടങ്ങി. തന്റെ കുപ്പായം കീറി കടക്കുക. അവർക്ക് കാണാവുന്ന അവസ്ഥയിലെത്തിയപ്പോ പിന്നെ കുപ്പായം ഒഴിവാക്കി. നോക്കുമ്പോ ഒറ്റ ദ്വാരം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സിദ്ദീഖ് അടച്ചു വൃത്തിയാക്കിയിട്ട് റസൂലുള്ളാഹിനെ ഇങ്ങോട്ട് വിളിച്ചു, വരൂ. അള്ളാഹുവിന്റെ റസൂൽ ഗുഹന്റെ ഉള്ളിൽ കടന്നു. അള്ളാഹുവിന്റെ റസൂൽ ഗുഹന്റെ ഉള്ളിൽ കടന്നു. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് റസൂലുള്ളാഹിക്ക് കടക്കാൻ വേണ്ടി കാല് നീട്ടിക്കൊടുത്തു. സിദ്ദീഖുൽ അക്ബറിന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് പുന്നാര നബി കിടക്കുകയാണ്. ബാക്കിയുള്ളൊരു ഗുഹയാണെങ്കിൽ സിദ്ദീഖ് തന്റെ കാലിന്റെ തണ്ടാം വിരൽ കൊണ്ട് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഈ ഗുഹ റളിയല്ലാഹു തആല അൻഹു. അപ്പോഴാണ്
ഈ പൊത്തിന്റെ ഉള്ളിൽ നിന്ന് വളരെ വലിയ വിഷമുള്ള ഒരു പാമ്പ് താഴോട്ട് ഇറങ്ങുകയാണ്. സത്യത്തിൽ ഈ പാമ്പ് ആ പൊത്തിൽ വന്ന് ഒളിച്ചിരുന്നത് മുസ്തഫ നബിയുടെ മുഖം കാണാനാണ്. ഈസാ നബിയുടെ കാലത്ത് ഇപ്പോൾ ഇതിന്റെ ഉള്ളിൽ മുസ്തഫ നബി വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ മുഖം കാണാനുള്ള ആഗ്രഹത്തില് ആ മാളത്തിന്റെ ഉള്ളിൽ നിന്ന് സർപ്പം പുറത്തേക്ക് വന്നപ്പോ മാളത്തിന്റെ മുഖഭാഗത്തൊരു തടസ്സം കണ്ടപ്പോൾ അത് റസൂലുള്ളാഹിന്റെ അനുയായിയായ അബൂബക്കറിന്റെ വിരലാണെന്നൊന്നും അറിയാത്ത പാമ്പ് സിദ്ദീഖിന്റെ വിരലിനങ്ങ് കൊത്തുകയാ. ശക്തമായ വിഷമുള്ള പാമ്പ് കൊത്തിയിട്ട് സിദ്ദീഖുൽ അക്ബറിന്റെ കളർ മാറുകയാ. സിദ്ദീഖാൽ മടിയിൽ കിടക്കുന്ന മുസ്തഫ നബി ഉണരുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണരരുത് എന്ന നിലയില് ശക്തമായ വേദന കടിച്ചിറക്കിയിട്ട് സിദ്ദീഖ് റസൂലുള്ളാഹിനെ ഉണർത്താതെ ക്ഷമിക്കുകയാണ്. പാമ്പിന്റെ വിഷമല്ലേ, ശക്തമായ വിഷമല്ലേ, ശരീരത്തിന്റെ കളറ് മാറിയതല്ലേ. വേദന കടിച്ചിറക്കി ക്ഷമിച്ച സിദ്ദീഖ് അറിയാതെ കണ്ണിലൂടെ അതാ വെള്ളമങ്ങ് പുറത്തേക്ക് ഒലിക്കുകയാ. സിദ്ദീഖിന്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കഠോരമായ വേദന കൊണ്ട് അതാ അനിയന്ത്രിതമായി ഒലിച്ചിറങ്ങിയിട്ടുള്ള കണ്ണീര് തന്റെ മടിയിൽ കിടക്കുന്ന മുസ്തഫ നബിയുടെ പ്രശോഭിതമായ പുണ്യ പൂമുഖത്ത് ചെന്ന് ഉറ്റിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ഞെട്ടി ഉണരുകയാണ്. ഞെട്ടി ഉണർന്ന സമയത്തല്ലേ തന്റെ വലങ്കയ്യായ അബൂബക്കർ കരയുന്നത് കാണുന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്ത് പറ്റി അബൂബക്കറേ? അബൂബക്കർ ആ മാളത്തിന്റെ ഭാഗത്ത് നിന്ന് കാലം കെടുത്തപ്പോ ഒരു വലിയ സർപ്പം പണം വിടർത്തി തലയാട്ടി നിൽക്കുകയാ. യാ റസൂലല്ലാഹ്, ആ പാമ്പ് എന്നെ കടിച്ചു നബിയേ. അപ്പോഴല്ലേ സാറ് ഗുഹയിൽ ഒരു അത്ഭുതം നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ. പാമ്പിനോട് ചോദിക്കുന്നു, മുഹമ്മദ് മുസ്തഫ ചൊല്ലിക്കോ, മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിന്റെ മദഹ് കേൾക്കാൻ സിദ്ദീഖിനെ പറയണമെന്ന് പറഞ്ഞ മുഹിബ്ബീങ്ങളെ ചൊല്ലിക്കോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാമ്പിനോട് ചോദിക്കുന്നു, ഇത് എന്റെ അനുയായിയായ അബൂബക്കറാണെന്ന് നിനക്കറിയില്ലേ? എനിക്ക് അള്ളാഹു അറിയിച്ചു തന്നത് അറിയിച്ചു കിട്ടിയപ്പോ നിങ്ങളുടെ മുഖമൊന്ന് കാണാനുള്ള ആവേശത്തില് ഞാൻ വളരെ സ്പീഡിൽ ഗുഹക്കുള്ളിൽ നിന്ന് പുറത്ത് കടന്നപ്പോ എന്റെ ഈ മാളത്തില് ഒരു തടസ്സം കണ്ടു നബിയേ. അത് സിദ്ദീഖിന്റെ കാലാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ. ആ തടസ്സം അങ്ങ് കണ്ടപ്പോ ദേഷ്യം പിടിച്ച് അതങ്ങ് നീക്കാൻ വേണ്ടി ഞാൻ കൊത്തിയതാണ് നബിയേ. എനിക്ക് മാപ്പ് തരണം നബിയേ. ആകെ പടച്ചുണ്ട് ആദ്യമുത്തായ ആദരമായ റസൂലുള്ളാഹ്. ആലങ്ങൾക്കാകെയും നേർവഴി കാട്ടുവാൻ മക്കത്തുദിച്ച ഹബീബുള്ളാഹ്. മാനവർക്കായെന്നും നേർവഴി കാട്ടുവാൻ മക്കത്തുദിച്ച ഹബീബുള്ളാഹ്. മങ്കകൾ കുറ്റാമി ആമീന ബീവി പെറ്റ മുഹമ്മദ് സല്ലല്ലാഹ്. ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ തൗർ ഗുഹയിൽ പ്രവേശിച്ചു. സിദ്ദീഖുൽ അക്ബർ മടിയിൽ തല വെച്ചു. അന്ത്യപ്രവാചക നിദ്രയെ പ്രാപിച്ചു. ചന്ദ്രവദനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ടേ. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു. ഓതും പഴുതും അടയ്ക്കുന്നു. പഴുതൊന്നടയ്ക്കുവാൻ ശീല തുമ്പില്ല. പാദവിരൽ കൊണ്ടമർത്തുന്നു.
മുത്തേ റസൂലുള്ളാഹ് സുഖമായി ഉറങ്ങുന്നു. മുഖം കണ്ട് സിദ്ദീഖ് സന്തുഷ്ടനാകുന്നു. മൂർഖൻ പാമ്പന്നോടൻ കാലിൽ കടിക്കുന്നു. മൂർപ്പിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖിൻ വേദന മാറുന്നില്ല. പൊട്ടിയൊലിച്ചുള്ള കണ്ണീർ തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നവർ നോക്കുന്നേ. പൊട്ടിയൊലിച്ചുള്ള കണ്ണീർ തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നവർ നോക്കുന്നേ. എന്താ സിദ്ദീഖോരേ നിങ്ങൾ കരയുന്നു, എന്ത് പിടഞ്ഞെന്ന് ചൊല്ലുവീൻ പെട്ടെന്ന്. എന്റെ മാനദാറി വേദന തിങ്ങുന്നു, എല്ലാം നബിയോട് അബൂബക്കർ ചൊല്ലുന്നു. ഉമനീർ പൂരട്ടി നബി സിദ്ദീഖിൻ ഉഗ്രവിഷമിറങ്ങി. എത്ര മനോഹരമാണ് പാട്ടിൽ, എത്ര മനോഹരമായി വർണ്ണിച്ചത്. അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ പരിശുദ്ധമായ ഉമനീർ അബൂബക്കറിന്റെ കാലിലങ്ങ് പുരട്ടിയപ്പോ അബൂബക്കറിന്റെ വിഷമങ്ങ് പമ്പ കടക്കുകയാ. അബൂബക്കറിന്റെ വിഷമങ്ങ് പമ്പ് കടക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് പിൽക്കാലത്ത് പറയുകയാണ്, സിദ്ദീഖ് ഗാറസൗറിൽ മുസ്തഫ നബിക്ക് സേവനം ചെയ്ത ആ രാത്രികളിലെ പവിത്രമായ അഅ്മാലുകളുടെ പ്രതിഫലം ഈ പാവപ്പെട്ട ഉമറിനെങ്ങാനും വിട്ടു തന്നാൽ എന്റെ ജീവിതം മൊത്തം സിദ്ദീഖിന്റെ കാലിൽ കൊണ്ടുപോയി പണയം വെക്കാൻ ഞാൻ തയ്യാറാണേ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എങ്ങനെയാണ് പറയാതിരിക്കുക, എങ്ങനെയാണ് ഓർക്കാതിരിക്കുക? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെ ഇത് വലിയ രസമുണ്ട്. ഹബീബ നബിയെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ പരിചയമുണ്ട്. ഷാമിലേക്കുള്ള മുസ്തഫ നബിയുടെ യാത്രയിലൊക്കെ സിദ്ദീഖ് കൂട്ടാളിയെ ചെയ്തു. ഇങ്ങനെ ബന്ധപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ചിന്തിക്കണം. ഒരിക്കല് സിദ്ദീഖ് കടന്നിറങ്ങുമ്പോ അബൂബക്കർ സിദ്ദീഖ് ഒരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം? എന്താ സ്വപ്നം? മക്കയിലൊരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. സ്വപ്നാണ്. മക്കയിലൊരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. ഈ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശരശ്മികള് ഓരോ വീട്ടിലേക്കും പോയിട്ടുണ്ട്. അത് കൂടുതലായിട്ട് സിദ്ദീഖിലെ അടിസ്ഥാനമില്ലാത്ത സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ സ്വപ്നം ദീനിൽ ഒന്നിനും തെളിവല്ല, തെളിവാക്കാൻ പറ്റുമല്ലോ. എന്നാലും ചില സ്വപ്നങ്ങൾക്കൊക്കെ ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. എന്താണെന്നറിയാം? ഉമർ ഖത്താബിന്റെ പൊക്കിളിന്റെ ഭാഗത്ത് ഒരു കോഴി വന്ന് കൊത്തുക സ്വപ്നാണ്. ഒരു കോഴി 3 കൊത്തും. ഉമർ ഖത്താബിന് എന്താണെന്ന് മനസ്സിലായില്ല. അന്ന് സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അവരുടെ അടുക്കൽ പോയിട്ട് ഉമർ ഖത്താബ് പറഞ്ഞു. അപ്പൊ ഉമർ ഖത്താബിനോട് ആ സ്വഹാബി പറഞ്ഞു, അത് നിങ്ങൾ ആ കോഴി കൊത്തി അതേ സ്ഥലത്ത് ഒരു ശത്രു വാളേറ്റ് നിങ്ങളെ കുത്തും, അത് അങ്ങനെയാണ് നിങ്ങൾ മരിക്കുന്നത്. അങ്ങനെ തന്നെ ഉമർ ഖത്താബ് മരിച്ചത്. ഈ കോഴി കൊത്തി അതേ സ്ഥലത്താണ് കത്തിയോട് കുത്തിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിന്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി പോയി. സുബ്ഹാനല്ലാഹ്. വ്യാഖ്യാനം ഒരു വലിയ പുരോഹിതൻ പറഞ്ഞെടുത്തു. നിങ്ങൾ ഏതാ നാട്ടുകാരൻ? മക്കക്കാർ, കുടുംബം ഒക്കെ പറഞ്ഞു. എന്നാലേ ഇതിന്റെ വ്യാഖ്യാനം എന്താ അറിയോ? അടുത്ത കാലത്ത് നിങ്ങളുടെ മക്കയിൽ ലോകത്തിന്റെ നേതാവായ അന്ത്യപ്രവാചകൻ ഉദിക്കും. ആ അന്ത്യപ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ അതിന്റെ പ്രകാശം കിട്ടും. അന്ത്യപ്രവാചകനിൽ നിന്നുള്ള പ്രകാശം വളരെ കൂടുതൽ കിട്ടൽ നിങ്ങൾക്കാണ്. ഇതാണ് അതിന്റെ വ്യാഖ്യാനം. ഇത് സിദ്ദീഖ് ആരോടും പറഞ്ഞില്ല. ഷാമിൽ വെച്ച് കണ്ട സ്വപ്നാണിത്. പക്ഷെ ഇത് ആരോടും പറഞ്ഞില്ല. അതിന്റെ ഇടക്കാണ് മുഹമ്മദ് നബി രംഗത്ത് വന്നത്. ഞാൻ നബി എന്ന് വാദിക്കുന്നൊക്കെ സിദ്ദീഖിന്റെ ചവിട്ടിൽ സിദ്ദീഖ് ഓടിപ്പോയപ്പോ സിദ്ദീഖ് പറഞ്ഞു, എന്താണ് അന്ന് നബി ആയിട്ടില്ലല്ലോ, അല്ലമീൻ മുഹമ്മദ്, എന്തൊക്കെ ജനങ്ങൾ പറയണ്ടല്ലോ, വല്ലാത്ത ഫിത്ന മക്കയിൽ നടക്കുന്നത്. എന്താണ് ആ സിദ്ദീഖ്? അല്ലാഹു തആല എന്നെ നബിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് തർക്കമില്ല, എനിക്ക് വിശ്വാസം. എന്നാലും മനസ്സിന്റെ സമാധാനത്തിന് ഒരു തെളിവ് പറഞ്ഞല്ലോ എന്ന് വെച്ചു. തെളിവോ? അത് നിങ്ങൾ ഷാമിൽ വെച്ച് കണ്ട ആ സ്വപ്നമാണ്. ആരോടും പറയാതെ
അറിയാത്ത താൻ ഷാമിൽ കച്ചവടത്തിന് വേണ്ടി പോയപ്പോൾ കിടന്നിറങ്ങുമ്പോ കണ്ട സ്വപ്നത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് മുഖത്തേക്ക് നോക്കിയിട്ട് തുറന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് അങ്ങ് കരയുകയാ. റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം വെച്ചുകൊണ്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കൽബിലേക്ക് ഇറങ്ങിയ പറിച്ചാ കിട്ടാത്ത വിശ്വാസമായി. പിന്നെ ഒപ്പുണ്ടാവും എപ്പോഴും. ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കണം, അതോടുകൂടി സിദ്ദീഖിന്റെ കൽബ് മുഴുവനും ഒരു വ്യക്തിയിൽ മാത്രം അലിഞ്ഞു ചേർന്നു. ആ വ്യക്തിയാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാനിടയിലൊന്ന് പറയട്ടെ, കാലം വളരെ പഴച്ച കാലമാണ്. സ്നേഹവും ബഹുമാനവും ട്രാക്ക് മാറി സഞ്ചരിക്കുന്ന കാലമാണ്. സ്വന്തം പെങ്ങളെ ആങ്ങളെ മാനഭംഗപ്പെടുത്തുന്ന കാലമാണ്. ആരാധനാലയങ്ങൾ മുതൽ വിദ്യാലയങ്ങൾ വരെ വേശ്യാലയമാകുന്ന കാലമാണ്. പേപ്പർ വായിച്ചില്ല സ്വന്തം ഉമ്മയെ ഗർഭിണിയാക്കുന്ന മകന് മുസ്ലിം പേരിൽ അറിയപ്പെട്ട് പേപ്പറുകാരൻ റിപ്പോർട്ട് ചെയ്തില്ലേ? 70-കാരിയെ മാനഭംഗപ്പെടുത്തിയിട്ട് കൊന്നുകളഞ്ഞത് 43-കാരനല്ലേ? മഅദല്ലാഹ്. ഞാൻ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് വാള് കഴിഞ്ഞിട്ട് രാത്രി 1:45 ട്രെയിനൊന്ന് കയറാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ ഒരു പെണ്ണും ഭർത്താവും ഓടുകയാ. ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ട്രെയിൻ കാത്തു നിൽക്കുമ്പോ ഒരു പെണ്ണെടുത്ത് ഒരു കുട്ടിനെടുത്തിട്ട് ഓടുകയാണ്. മുമ്പിൽ ഭർത്താവ് ഓടുന്നുണ്ട്. രാത്രി 1:30 മണിയിട്ട് പഠിച്ചാൻ ഇത് എന്താ സംഗതി? ബാക്കിൽ നമ്മളോടി ആൾക്കാരെ വേദന വന്ന മൂല്യൊരു പെണ്ണിന്റെ ബാക്കിൽ ഓടിയത്. എന്തോ ഒരു അപകടം എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ഇവിടെ നിന്നിങ്ങനെ നോക്കി. ആ സമയത്ത് അവര് ട്രാക്കൊക്കെ മറികടന്ന് ഇങ്ങോട്ട് ചാടി വന്നിട്ട് കുറെ ചെറുപ്പക്കാരോട് എന്തോ പറയുന്നു. അപ്പൊ ഈ ചെറുപ്പക്കാരെല്ലാരും കൂടി അങ്ങോട്ട് പോണേ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വരണം. ആ വന്നപ്പോ ഈ ചെറുപ്പക്കാരൊക്കെ കള്ളുടിച്ചിട്ടാ പോയിക്കണം. വന്നപ്പോ വാസനിച്ചപ്പോൾ മനസ്സിലായത് എന്താന്ന് അറിയാൻ വേണ്ടി അവരൊക്കെ കള്ളിന്റെ വാസം. ഏതായാലും വല്ലാതെ അങ്ങോട്ട് ആ ഒരു ഹരത്ത് കുടുങ്ങാത്ത ഒരാളുണ്ട്. കുടിച്ചും ചെയ്തിരിക്കണം. അവനോട് ചോദിച്ചാൽ മറുപടി ഇട്ട് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു എന്താണ് സംഭവം എന്ന് വെച്ചാൽ അപ്പൊ എന്നോട് പറഞ്ഞു, അത് ഈ ഭാഗത്തുള്ള 5-8 ചെറുപ്പക്കാര് അവിടെ ഒരു അമ്മി കൊത്തുന്ന പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ വീട് പോയിട്ട് പൊളിച്ചിട്ട് ആ പെണ്ണിനെ അവര് കോരിയെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പോയതാണ്. മനസ്സിലായില്ലേ? രാത്രി ചെറുപ്പക്കാരെ പണിയാണ് ഞാൻ പറഞ്ഞത്. എന്തായിരുന്നു ചെറുപ്പക്കാരുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു? ഈ സെക്സ് ലഹരി ഇതല്ലാത്ത വേറെന്താ ഉള്ളത്? ഈ ഡൽഹി ഞാൻ ഒരു വാങ്ങുന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ഒരു എഴുത്തുണ്ട്. എന്താ എഴുത്തുന്ന അറിയാം? വിലായത്ത് കിട്ടാൻ ദ്വാരക്കാണ് 313 റുപ്യ. വിലായത്ത് കിട്ടാൻ സുബ്ഹാനല്ലാഹ്, എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ വിലായത്ത് കിട്ടാൻ ദ്വാരക്കാനൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ പറയാന്ന് പറഞ്ഞാല് അങ്ങനത്തെ ചെറുപ്പക്കാരുള്ള ശാസ്ത്രം ദ്വാരന്ന ഉത്തരം കിട്ടുമല്ലോ. വിലായത്ത് കിട്ടിയ ഔലിയായില്ലേ, വലിയായില്ലേ? അപ്പൊ ഞാൻ എഴുത്തെത്തിയേക്കാണ് അല്ലാഹുവേ, അവനെ മാത്രമല്ല ഞങ്ങളെ എല്ലാ മൗലിയാക്കളാക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ വിലായത്ത് തരണേ അല്ലാ. ഓനെ മാത്രമല്ല ഞങ്ങൾക്കൊക്കെ വിലായത്ത് തരണമെന്ന് പറഞ്ഞു. അപ്പൊ എണീച്ചിട്ട് പറഞ്ഞു അത് പറ്റൂല, എനിക്ക് മാത്രമാണ്. ഓന് മാത്രം വിലായത്ത് എന്താ? എനിക്ക് മാത്രം വിലായത്തിന് കിട്ടാനാ 313 ഞാൻ തന്നെ, എല്ലാവർക്കും പറ്റില്ല. ഓൻ ഭയങ്കര ബഹളം. അപ്പൊ സംഗതി എന്താ അറിയാം? വിലായത്തിന് നമ്മൾ വെച്ച അർത്ഥമല്ലോ വെച്ചിരുന്നത്. ഓന്റെ അയൽവാസി പെൺകുട്ടിന്റെ അതിന്റെ പേര് വിലായത്ത്, ഓളെ പ്രശ്നമല്ലാണ്. അപ്പൊ ആരോ പറഞ്ഞു നാളെ രാത്രി റഹ്മാനി പാടത്ത് വരുന്നുണ്ട്, ബദരീങ്ങളെ പേരിൽ ഒരു 313 ചവിട്ടി കൊടുത്താളെ ഏതെങ്കിലും ഒരു സ്വാലിഹിന്റെ ആമയും കൊളത്തേൽ വിലായത്തിന് കിട്ടിക്കൊള്ളുന്ന. ഇതിപ്പോ നമ്മളറിയില്ലല്ലോ. ഓൻ വിലായത്ത് കിട്ടാൻ ദ്വാരക്കാൻ പറഞ്ഞപ്പോഴേക്കും ഞാൻ അർത്ഥം വെച്ചൊരു വിലായത്തുണ്ട്, അത് കിട്ടാൻ ഞാനും കരഞ്ഞുകൊണ്ട് ദ്വാരക്കാം. അല്ല എങ്ങാനും ആ ദ്വാരക്ക് ചാപ്പിട്ടെന്നാ ഞാനും കുടുങ്ങിയില്ല. കാരണം വിലായത്ത് കിട്ടാവട്ടെ. ചെറുപ്പക്കാരായ എന്റെ വിഷയം രസങ്ങൾ പറയാൻ പറ്റുന്ന വിഷയങ്ങളല്ല. എന്നാലും സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാ. പെണ്ണിനെ പ്രേമിച്ച് പച്ചഭാഷയില് വാത് നടക്കുന്ന പ്രഭാഷകന്റെ കയ്യിലേക്ക് പ്രേമിച്ച പെണ്ണിനെ കിട്ടാൻ ബദരീകളുടെ പേരില് എഴുത്തു കൊടുത്തേക്കുന്ന കാലമല്ല. വിവരം കുറയലോ
വിവരക്കേട് വർദ്ധിക്കലോ, വ്യഭിചാരം അധികരിക്കലോ, കള്ളുകൊടി അധികരിക്കലോ അന്ത്യപ്രളയത്തിന്റെ ലക്ഷണമാണെന്ന് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ അത് മുമ്പിലിരുന്ന് കേട്ടിരുന്ന അബൂബക്കറിന് അന്നത്തെ കാലത്ത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ഏത് കാലത്താണെന്നറിയില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സിദ്ദീഖിന് അന്ന് കേൾപ്പിച്ച കാലമില്ല, അത് ഈ കാലമാണ് പൊന്നെ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നീ സിദ്ദീഖുൽ അക്ബറിനെ സ്നേഹിച്ചുകൊണ്ട് അതിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശാലമായ മഹബ്ബത്തിന്റെ സമുദ്രത്തിലേക്ക് ഹൃദയം കൊണ്ടൊന്ന് സഞ്ചരിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യഭൂമക നാളെ സ്വർഗീയമായ ഉദ്യാനത്തിൽ വെച്ചുകൊണ്ട് കണ്ടൊന്ന് മുത്താൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് സിദ്ദീഖ് അങ്ങ് സത്യസാക്ഷ്യം വഹിക്കേണ്ട താമസോ സിദ്ദീഖിന്റെ കൽബിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങുന്നു. നബിയുനാ മുഹമ്മദ് മുസ്തഫ ഒന്ന് ചൊല്ലിക്കോ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. الله 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 الله. ആർക്കു മുമ്പിലാണ് ഒട്ടകങ്ങൾ പോലും മുട്ടുകുത്തിയത്? ആരോടാണ് കാട്ടിലെ സൗന്ദര്യത്തിന്റെ റാണിയായ മാൻപേടെ സലാം പറഞ്ഞത്? ആർക്കു മുമ്പിലാണ് സിദ്ദീഖ് അടക്കമുള്ള സ്വഹാബാക്കൾ ജീവാർപ്പണം നടത്തിയത്? ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖിന്റെ കൽബിലേക്ക് അങ്ങ് രൂഢമൂലമായപ്പോൾ സിദ്ദീഖ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തിലേക്കൊന്ന് ആഴ്ന്ന് ഇറങ്ങണേ. അല്ലാഹുവിന്റെ റസൂലിനോട് സിദ്ദീഖ് പറയുന്നു, നബിയേ, ഞാൻ തൗഹീദ് കഅബയുടെ ഭിത്തി പിടിച്ചൊന്ന് പ്രചരിപ്പിക്കട്ടെ. റസൂലുള്ളാഹ് പറയുന്നു, വേണ്ട സിദ്ദീഖ്, അവിടെ അബൂജഹലുണ്ട് സിദ്ദീഖ്, ഉത്ബത്തുണ്ട് അബൂബക്കർ, ശൈബത്തുണ്ട് അബൂബക്കർ, ശത്രുക്കൾ ധാരാളമാണ്. അതുകൊണ്ട് ഇപ്പോൾ പരസ്യമായി പറയേണ്ട അബൂബക്കർ. പക്ഷെ അബൂബക്കറിന് സഹിക്കാൻ കഴിയുന്നില്ല, അബൂബക്കറിന് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അബൂബക്കറിന് കഅബയുടെ ഭിത്തി പിടിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതൊന്ന് ഉച്ചൈസ്തരം പറയാനുള്ള ആർത്തി കൊണ്ട് അബൂബക്കർ പിന്നെയും പിന്നെയും കെഞ്ചുകയാണ്, യാ റസൂലല്ലാഹ്, ഞാനൊന്ന് പറയട്ടെ നബിയേ. നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാൻ അവകാശം കൊടുത്തപ്പോ, അനുവാദം മൂളിയപ്പോ, പ്രഭാത സമയത്ത് സൂര്യനുദിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ സമയമാണ്. സിദ്ദീഖ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ, നേരെ കഅബയിലേക്ക് പോവുകയാ. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, അബൂലഹബ് അടക്കമുള്ള ശത്രു കിങ്കരന്മാർ കഅബയുടെ മുറ്റത്ത് സ്വറ പറഞ്ഞുകൊണ്ട് സമയം പോക്കുകയാ. സിദ്ദീഖ് നേരെ ഹജറുൽ അസ്വദ് വെച്ച സ്ഥലത്തേക്ക് അല്ലാഹ് കടന്നു വരികയാ. കഅബയുടെ ഭിത്തി പിടിച്ചുകൊണ്ട് സിദ്ദീഖ് ഉറക്കെ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കോടി ദൈവങ്ങളെ കൽവിൽ വെച്ച് പൂജിച്ചുകൊണ്ട് കല്ലുകരുടെ കാഞ്ഞീര് കുറ്റി മുതൽ മുള്ളുമുരുടെ മൂർഖൻ പാമ്പ് വരെ ദൈവമായി വിശ്വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ദൈവങ്ങള് വീട്ടിലും കഅബയിലും വെച്ച് പോറ്റുന്ന ശത്രു വിഭാഗത്തിന്റെ മുമ്പിൽ ധൈര്യസമേതം ഉച്ചയിസ്തരോ പട്ടാ പകലിൽ സിദ്ദീഖ് തങ്ങ് പച്ചയിൽ വിളിച്ച് പറഞ്ഞപ്പോ അബൂജഹലെന്ന അഹങ്കാരിക്ക് ശുണ്ടി കയറുകയാ. അബൂലഹബിന് വിദ്വേഷം കത്തുകയാ.
മുസൈബത്തിന് രോഷമിളകുകയാ. ആരാണ് ആ വിളിച്ചു പറഞ്ഞത് എന്നതിലേക്ക് അവർ ഉറ്റുനോക്കുകയാ. ധൈര്യസമേതൻ സിദ്ദീഖാണ് ഇത് കഅബയുടെ ഭിത്തി പിടിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്നറിഞ്ഞപ്പോ എല്ലാവരും സിദ്ദീഖിന്റെ അരികിലേക്ക് ഓടിക്കൂടുകയാ. ചിലർ ചെരുപ്പ് കൊണ്ടടിക്കുകയാ, ചിലർ കൈ കൊണ്ടടിക്കുകയാ, ചിലർ വയറിന് കുത്തുകയാ, ചിലർ നെഞ്ഞത്തേക്ക് കുത്തുകയാ. ആ സമയത്ത് ഉത്ബത്ത് എന്ന് പറയുന്ന പഹയന് ചില യുദ്ധങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന ആണികൾ തറച്ചൊരു ചെരുപ്പുണ്ട്. ആ ചെരുപ്പ് കൊണ്ട് ആണികൾ കൂർത്തമോർത്ത് നിൽക്കുന്ന ആണികൾ തറച്ചു വെച്ച ചെരുപ്പ് കൊണ്ട് സിദ്ദീഖുൽ അക്ബറിന്റെ മുഖത്തങ്ങ് അടിച്ചപ്പോ ചെരുപ്പിലുള്ള ഓരോ മൂർച്ചേറിയ ആണികളോ സിദ്ദീഖിന്റെ മുഖത്തങ്ങ് തറക്കുകയാ. മുഖത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുകയാ. ഇത് ദൂരെ നിന്ന് നോക്കിക്കാണുന്നു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാ അബൂബക്കറിനെ രക്ഷപ്പെടുത്തണേ അല്ലാ, അബൂബക്കറിനെ മരിപ്പിക്കല്ല റബ്ബേ, അബൂബക്കറിനെ രക്ഷപ്പെടുത്തണേ അല്ലാ. കനത്ത് കൂർത്തുമൂർത്ത് നിൽക്കുന്ന ആണിയുള്ള ചെരുപ്പ് കൊണ്ട് മുഖത്ത് കിട്ടിയ അടികൊണ്ട് ആണി മുഖത്ത് ആഞ്ഞു തറച്ചപ്പോ രക്തം പമ്പ് ചെയ്യുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബറിന്റെ നോട്ടം എങ്ങോട്ടാ? തന്റെ ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തത്തിലേക്കല്ല, തന്റെ മുഖത്ത് ആഞ്ഞു പതിച്ചിട്ടുള്ള ആണിയിലേക്കല്ല, ആണി മുഖത്തിനേൽപ്പിച്ചിട്ടുള്ള മുറിവിലേക്കല്ല. രക്തം മുഖത്തിൽ നിന്ന് പമ്പ് ചെയ്യുമ്പോ അത് തുടച്ചു മാറ്റിയിട്ട് അബൂബക്കർ നോക്കുന്നത് മുഹമ്മദ് നബി എവിടെ, മുഹമ്മദ് നബി എവിടെ, മുഹമ്മദ് നബി ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ, എന്നെ അടിച്ചതുപോലെ ആരെങ്കിലും മുസ്തഫ നബി അടിക്കാൻ അങ്ങോട്ട് ഓടുന്നുണ്ടോ എന്ന് ആ സമയത്തും അങ്ങോട്ടും ദൂരേക്ക് നോക്കിയിട്ട് സിദ്ദീഖുൽ അക്ബർ ഞെടുവീർപ്പിടുകയാ. രക്തം ഒന്നാകെ പമ്പ് ചെയ്ത് തളർന്നു പോയ സിദ്ദീഖ് ബോധരഹിതനാവുകയാ. സിദ്ദീഖ് ബോധരഹിതനാവുകയാണ്. ബോധം കെട്ടപ്പോ ബനൂ തൈം കുടുംബക്കാർ, സിദ്ദീഖിന്റെ കുടുംബക്കാർ, സംഗതിയിൽ മുസ്ലിമീങ്ങളല്ല, പക്ഷേ ഈ ആണി തറച്ച ചെരുപ്പ് കൊണ്ട് അടി കിട്ടിയിട്ട് സിദ്ദീഖ് ബോധം കെട്ടപ്പോ കുടുംബക്കാരെ കൊണ്ട് ഒന്നിച്ച്. എന്നിട്ട് അവർ പറഞ്ഞു, ഉത്ബത്തിനോട് ആരെ എങ്ങനെ അടിക്കാൻ വേണ്ടി പറഞ്ഞു, നമ്മളൊക്കെ സിദ്ദീഖിനെ അടിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ നമ്മൾ ആണിയുള്ള ചെരുപ്പ് കൊണ്ട് അടിച്ചിട്ടില്ലല്ലോ. കുടുംബക്കാരും കൊണ്ട് ഒത്ത് ഉത്ബത്തിനോട് ആരെ ആണിയുള്ള ചെരുപ്പ് കൊണ്ട് അടിക്കാൻ പറഞ്ഞു, അതുകൊണ്ടല്ലേ സിദ്ദീഖ് ബോധം കെട്ടുകൊണ്ടത്. നമ്മൾ അടിച്ചതുപോലെ അടിച്ചാൽ പോരായിരുന്നോ? നമ്മളൊക്കെ അടിച്ചതുപോലെ അടിച്ചാൽ പോരായിരുന്നോ? ഉത്ബത്തിനോട് ആരാ സിദ്ദീഖിനെ ബോധം കെടുത്താൻ വേണ്ടി പറഞ്ഞത്, ഇങ്ങനെ മുറിവാക്കാൻ വേണ്ടി പറഞ്ഞത്? ഓ മുഹമ്മദിന്റെ ആളാണെങ്കിൽ നമ്മളെ കുടുംബക്കാരല്ലേ. അതുകൊണ്ട് ഇവർ ഇവിടുന്ന് പറഞ്ഞു, ഇതിൽ അബൂബക്കർ മരിച്ചാൽ ഉത്ബത്തിനെ ഞങ്ങൾ കൊല്ലുന്നു. ഇതിലെങ്ങാനും അബൂബക്കർ മരിച്ചാൽ ഉത്ബത്തിനെ ഞങ്ങൾ കൊല്ലുന്നു. ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അബൂബക്കർ ബോധം കെട്ട് കിടക്കുകയാണ്. ബോധരഹിതനായ അബൂബക്കറിന്റെ ചുറ്റുഭാഗത്തും സ്വഹാബത്തിൽ കുളിച്ചു കിടക്കുന്ന അബൂബക്കറിനെ ശവമഞ്ചമേറ്റുമ്പോൾ അവരേറ്റിയിട്ട് തന്റെ ഉമ്മയായ ഉമ്മുൽ ഖൈർ എന്ന് പേര് വെക്കപ്പെട്ട ഉമ്മാന്റെ അരികില് കൊണ്ടുപോയി കിടത്തുകയാ. പൊട്ടുകയാ. അബൂജഹലും അബൂലഹബും അടക്കമുള്ള ആളുകൾ പറഞ്ഞു, അബൂബക്കർ എപ്പോഴാണ് മരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് വിവരം തരണോ, ഞങ്ങൾക്ക് ഉത്ബത്തിനെയും കൊല്ലാനാ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പിരിഞ്ഞു. അല്ലാ ബോധം കെട്ടുകൊണ്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന തന്റെ മകന്റെ അരികില് ഒരു കോപ്പയിൽ കുറച്ച് വെള്ളവുമായി ഉമ്മ കാത്തിരിക്കുകയാ. കാരണം ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം പമ്പ് ചെയ്തതാ. അതിന് പുറമെ ബോധം കെട്ട് കിടക്കുകയാ. ബോധരഹിതനായ ഒരു മനുഷ്യന് മണിക്കൂറുകൾക്ക് ശേഷം ബോധം തെളിഞ്ഞാൽ ആദ്യമായി കിട്ടേണ്ടത് കുറച്ച് വെള്ളമാ. പോരാത്തതിന് ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം ഒഴുകിയിട്ടുള്ള രാവിലെ സമയത്ത് ബോധരഹിതനായ സിദ്ദീഖ് ബോധം തെളിയുന്നത് സന്ധ്യാസമയത്താ. ബോധം തെളിഞ്ഞങ്ങ് മുന്നിലേക്ക് നോക്കിയപ്പോ
പാത്രത്തിൽ അല്പം വെള്ളവുമായി തന്റെ ഉമ്മ കാത്തിരിക്കുന്നത് സിദ്ദീഖ് അങ്ങ് കണ്ടപ്പോ ഉമ്മ പറഞ്ഞു, മോനെ മണിക്കൂറുകൾ കുറെ ആയില്ലടാ ബോധം കെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട്, ഉമ്മാന്റെ കുട്ടി വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖിന്റെ നേരേക്ക് തന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ വെള്ളപ്പാത്രം അങ്ങ് കൊടുത്തപ്പോ അബൂബക്കർ ഉമ്മാനോട് ആദ്യമായി ചോദിച്ചത്, സദസ്സേ ഗൗരവത്തോടെ ഉൾക്കൊള്ളണേ, വെള്ളം ചോദിച്ചില്ല, കൊടുത്ത വെള്ളം കുടിച്ചില്ല. അബൂബക്കർ ആദ്യമായി ചോദിച്ചു, മാ ഫുഇല റസൂലുള്ളാഹ്, മാ ഫുഇല റസൂലുള്ളാഹ്, എന്റെ നബി എവിടെ ഉമ്മ, എന്റെ നബിക്ക് എന്ത് പറ്റി ഉമ്മ? ഉമ്മ പറഞ്ഞു, നിന്റെ നബിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലടാ. ആ നബി എന്ന് പറയുന്ന മനുഷ്യന്റെ കൂടെ കൂടിയിട്ടല്ലേ നിനക്ക് ഈ അനുഭവങ്ങൾ വന്നത്. ഇനിയും പിന്നാലെ കൂടുന്നതിന് പകരോ നീ ആ മനുഷ്യനൊന്ന് വലിച്ചെറിഞ്ഞ് കുടുംബത്തിന്റെ കൂടെ നിന്നുകൂടെ എന്ന് സ്വന്തം ഉമ്മ അങ്ങ് ചോദിച്ചപ്പോ, ഞാനൊരൽപ്പം വെള്ളം കുടിക്കണമെങ്കിൽ, ഞാനൊരപ്പം കാരക്ക തിന്നണമെങ്കിൽ എനിക്കെന്റെ ഹബീബായ നബിയെ കാണണേ ഉമ്മ. ആ മുസ്തഫ നബിയുടെ കൈകൊണ്ടല്ലാതെ ഈ അബൂബക്കർ വെള്ളം കുടിക്കൂല. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, നിന്റെ നബിയെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പം അതാ അബൂബക്കർ പറഞ്ഞു, തൊട്ടരികിൽ ഇതുപോലെ ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു സഹോദരിയുണ്ട്, പേര് ഫാത്തിമ എന്നാണ്. ആ സഹോദരിയുമായി ബന്ധപ്പെട്ടാൽ എവിടെയാണ് മുസ്തഫ നബി ഉള്ളതെന്നറിയോ? ഉമ്മാ ഉമ്മാ, ഈ മകനെ എന്റെ ഹബീബിന്റെ അരികിലൊന്ന് എത്തിക്കണേ എന്ന് നിർബന്ധമായി ശാഠ്യം പിടിച്ചപ്പോ, അല്ലാതെ വെള്ളം കുടിക്കൂല എന്ന തീരുമാനം പ്രഖ്യാപിച്ചപ്പോ കുടുങ്ങിയ സമയത്ത് ഉമ്മാദാ ഫാത്തിമ എന്ന സഹോദരിയുമായി അന്വേഷിച്ചുകൊണ്ട് മുഹമ്മദ് നബിയുള്ള സ്ഥലം തെരഞ്ഞു പിടിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ദാറുൽ അർഖമിലാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ സന്ധ്യാസമയത്ത് സന്ധ്യ വരെ ബോധരഹിതനായ മുഖത്തൊക്കെ രക്തപ്പാടോടുകൂടി ഒരൽപ്പവും വെള്ളം കുടിക്കാതെ രണ്ടാളുകളുടെ സഹായത്താൽ സിദ്ദീഖ് വേച്ച് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന ദാറുൽ അർഖമിലേക്ക് സിദ്ദീഖ് അങ്ങ് കടന്നു ചെല്ലുമ്പോ അങ്കുലിയ പരിമിതമായ സ്വഹാബാക്കളെ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടാ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ. ആ സമയത്ത് പുറത്തു നിന്നൊരു ശബ്ദം കേട്ടപ്പോൾ ബിലാൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, സിദ്ദീഖ് വരുന്നുണ്ട് നബിയേ, സിദ്ദീഖ് വരുന്നുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സടകുടഞ്ഞ് നിൽക്കുകയാ, ആവേശത്തോടെ പുറത്തേക്ക് നോക്കുകയാ. ക്ഷീണിതനായ മുഖത്തൊക്കെ രക്തപ്പാടുമായി തന്നെ കാണാൻ രണ്ടാളുടെ തോളിൽ ചാഞ്ഞ് വേച്ച് വരുന്ന സിദ്ദീഖിനെ കണ്ടപ്പോ മനസ്സ് പൊട്ടിയില്ലേ, കണ്ണ് നിറഞ്ഞില്ലേ? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വന്ന് റസൂലുള്ളാഹി സിദ്ദീഖിനെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിക്കുകയാ. അബൂബക്കർ പറയുന്നു, യാ റസൂലല്ലാഹ്, വെള്ളം കുടിച്ചിട്ടില്ല നബിയേ, ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ, അങ്ങയുടെ കൈകൊണ്ട് ഈ പാവപ്പെട്ട അനുയായിക്ക് ഒരൽപ്പം വെള്ളം തരുമോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ സിദ്ദീഖിനെ വെള്ളം കുടിപ്പിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരന്മാര്, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവ്വലു മൻ സദ്ദഖനി അബൂബക്കറിന് വഅവ്വലു മൻ സവ്വജനി അബൂബക്കറിന് വഅവ്വലു മൻ ആമന ബി അബൂബക്കർ വഅവ്വലു മൻ യശ്റു മഅി യൗമൽ ഖിയാമത്തി അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് അബൂബക്കറാ, എനിക്ക് ആദ്യം മകളെ വിവാഹം കഴിച്ചു തന്നത് അബൂബക്കറാ. അബൂബക്കറാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നാളെ ഹൗദുൽ കൗസറിലുള്ള സ്വച്ഛന്തമായ പാനീയം മുക്കിക്കൊടുക്കുമ്പോ
ആ പാനീയം മുക്കിക്കൊടുക്കുന്ന സ്ഥലത്ത് മുസ്തഫ നബിക്ക് ഒരു ഹെൽപ്പർ, അത് അബൂബക്കറിന് സിദ്ദീഖ്. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമേയും പറയാം, അത് വാങ്ങിക്കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എത്ര പറഞ്ഞാലും തീരൂല. ഒറ്റ കാര്യം, ആ വഫാത്ത് ഒന്ന് ഞാൻ തൊടുകയാണ്. നിങ്ങൾ നോക്കണം, ഇതെല്ലാരും നോക്കണം. ഞാൻ വയലാക്കി പറയണില്ല. രണ്ടാൾക്കും പനി. റസൂലുള്ളാഹി വഫാത്തായത് പനി പിടിച്ചിട്ട്, സിദ്ദീഖുൽ അക്ബർ വഫാത്തായതും പനി പിടിച്ചിട്ട്. സിദ്ദീഖുൽ അക്ബർ പനി പിടിച്ച് ശക്തമായി രോഗം തന്നെ അലട്ടിയപ്പോ കൂടെയുള്ള ആളോട് വെച്ചു, ഇത് ഏതാ ദിവസം? യൗമുൽ ഇസ്നൈൻ, ഇത് തിങ്കളാഴ്ചയാണ്. ആ സമയത്ത് സിദ്ദീഖ് പറഞ്ഞു, ഫൈദാ അന മിത്തു ഫീ ഹാദിഹിൽ ലൈല ഫലാ തൻതളിറൂ ബി ഇലൽ ഗദി ഫഇന്ന അഹബ്ബൽ ലയാലി ഇലയ്യ അഖറബുഹാ മിൻ റസൂലില്ലാഹി. ഞാൻ ഇന്ന് മരിച്ചാൽ നിങ്ങൾ എന്നെ മറമാടാൻ നാളേക്ക് നീട്ടിയേക്കരുത്, ഇന്ന് എന്നെ മറമാടണം. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇന്ന് മരിച്ചാൽ എന്നെ നിങ്ങൾ മറമാടാൻ നാളേക്ക് നീട്ടിയേക്കരുത്, എന്നെ മറമാടണം. കാരണം എനിക്ക് പെട്ടെന്ന് എന്റെ മുത്ത് നബിന്റെ അടുത്തേക്ക് ഒന്ന് പോകണം. ഹബീബ നബിയുടെ അരികിൽ കുഴിച്ച ഖബറിലേക്ക് നിങ്ങൾ കൊണ്ടുപോയാൽ ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന്റെ മുമ്പേ എന്റെ ശരീരം മുസ്തഫ നബിയുടെ ഖബറിന്റെ നേരെ വെക്കണേ. എനിക്ക് കുഴിച്ച ഖബറിലേക്ക് എന്നെ ഇറക്കി വെക്കുന്നതിന് മുമ്പ് എന്റെ ശരീരം മുസ്തഫ നബിയുടെ ഖബറിന്റെ നേരെ വെക്കണം. എന്നിട്ട് നിങ്ങളിൽ ഒരാൾ ചോദിക്കണം, യാ റസൂലല്ലാഹ്, ഇത് ഇന്നും നിലയും തുടങ്ങിയല്ല, അത് സമസ്ത തുടങ്ങിയതല്ല. വഫാത്തായി കിടക്കണം മുസ്തഫ നബിയെ വിളിക്കൽ സിദ്ദീഖ് തുടങ്ങിയിട്ടുണ്ട്. ഇമാം റാസി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്, സൂറത്തുൽ കഹ്ഫിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞതല്ല. ഇമാം റാസി എന്ന് പറഞ്ഞാൽ ലോകോത്തര പണ്ഡിതനാണ്, സർവാത്മന അംഗീകരിക്കപ്പെടുന്ന ആൾ. സിദ്ദീഖുൽ അക്ബർ പറയാണ്, എന്റെ ശരീരം മുസ്തഫ നബിയുടെ ഖബറിന് നേരെ വെക്കുക. എന്നിട്ട് നിങ്ങളിൽ ഒരാൾ പറയാം, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, നിങ്ങളിൽ ഒരാൾ സമ്മതം ചോദിക്കണം. ആ സമയത്ത് ഖബറിന്റെ ഉള്ളിൽ നിന്ന് സമ്മതം കിട്ടിയാൽ മാത്രമേ, ഖബറിന്റെ ഉള്ളിൽ നിന്ന് സമ്മതം കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഇറക്കി വെക്കാവോ, അല്ലെങ്കിൽ തിരിച്ചു പോകണേ. അബൂബക്കറിന് സിദ്ദീഖ്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇട്ടേച്ചിട്ട് പൊയ്ക്കോ, അബൂബക്കറിന് സിദ്ദീഖ്. എന്താണ് ആ ധൈര്യം? എന്താണ് ആ ധൈര്യം? കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, നബിയേ, ഞങ്ങൾ സിദ്ദീഖിനായിട്ട് വന്നതാണ്, എന്താ വേണ്ടത്? ഫനൂദിയ മിൻ ഖബരി റസൂലില്ലാഹി. ആ സമയത്ത് ഹബീബ നബിയുടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു വിളിയാളം വന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. നിങ്ങൾ സ്നേഹിതന്റെ അരികിലേക്ക് ഇങ്ങോട്ട് കടത്തി വെച്ചോളി എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അത് കൂടെയുള്ള എല്ലാ സഹാബാക്കളും കേട്ടു. അതാണ് അബൂബക്കറിന് സിദ്ദീഖ്. ഇങ്ങനെ ലോക ചരിത്രത്തിൽ ഒരാളെ ഉള്ളൂ, അത് അബൂബക്കറിന് സിദ്ദീഖ്. അവരുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ, നമ്മളെ ജീവിതം നന്നാക്കട്ടെ, നമ്മുടെ മനസ്സ് നന്നാക്കട്ടെ, നമ്മുടെ ഖൽബിൽ നിന്ന് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളും അലച്ചകളും ഒക്കെ അല്ലാഹു തആല എടുത്തു മാറ്റട്ടെ. അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, പോരായ്മകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അർവാഹി ജമീൽ അംബിയാഇൽ മുർസലീൻ വഇലാ ഹദ്റത്തി സയ്യിദിൽ ഔലിയാ അബീ ബക്കറിൻ സിദ്ദീഖ് وإلى حضرة عمر الفاروق وإلى أرواح جميع الأصحاب كلهم والأولياء كلهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളുടെ സംഘാടനവും ഞങ്ങളുടെ വാളും ഞങ്ങളുടെ സംഘടിക്കലും ഞങ്ങളുടെ ഉറക്കൊഴിക്കലും ഞങ്ങളുടെ വേർത്തൊലിക്കലും ഞങ്ങൾ സിദ്ദീഖിന്റെ ഓർമ്മയിൽ ഈ സമയം എത്രയും ഇരുന്നതോ വാക്കുകളിലോ കരുത്തുകളിലോ വീഴ്ച വന്നെങ്കിൽ അതൊക്കെ നീ പുറത്തുകൊണ്ട് ഇതിന്റെ സവാബുകൾ ഈ സന്ദർഭത്തിൽ തന്നെ മുസ്തഫ നബിയുടെ പരിശുദ്ധമായ ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാഹ്.
നിന്റെ അംബിയ മുർസലീങ്ങളിൽ എത്തിക്കണേ തമ്പുരാനെ. സിദ്ദീഖുൽ അക്ബറിന്റെ ഹളറത്തിലും എത്തിക്കണേ റബ്ബേ. ഉമറിന്റെ ഹളറത്തിലും റളിയല്ലാഹു അൻഹു എത്തിക്കണേ തമ്പുരാനെ. ജന്നത്തുൽ ബഖയിൽ കിടക്കുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഹളറത്തിലും നജഫിൽ കിടക്കുന്ന അലിയാരെ ഹളറത്തിലും അശറത്തുൽ മുബശ്ശരീങ്ങളിൽ ബാക്കിയുള്ളവരിലേക്കും എത്തിക്കണേ അല്ലാഹ്. ബദരീങ്ങൾ മുഴുവനിലും എത്തിക്കണേ റബ്ബേ. ഉഹുദിന്റെ മലക്കെട്ടുകൾക്കിടയിൽ കിടക്കുന്ന ഹംസത്തുൽ കറാർ അടക്കമുള്ള മുഴുവൻ ശുഹദാക്കളിലേക്കും എത്തിക്കണേ അല്ലാഹ്. എല്ലാ സഹാബാക്കളിലേക്കും എത്തിക്കണേ റബ്ബേ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ കിടക്കുന്ന സഹാബാക്കളിലേക്കും മഹാന്മാരിലേക്കും എത്തിക്കണേ തമ്പുരാനെ. ഈ മാസത്തിൽ വഫായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബാക്കളിലേക്കും എത്തിക്കണേ അല്ലാഹ്. ഈ മാസത്തിൽ വിട പറഞ്ഞ അബൂ ഹനീഫത്തുൽ കൂഫിയിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. ഈ മാസത്തിൽ വിട പറഞ്ഞ ഞങ്ങളുടെ മദ്ഹബിന്റെ ഇമാമായ മുഹമ്മദ് ഇദ്രീസ് ശാഫിയിലേക്കും എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദ്ഹബിലെ പ്രഗൽഭരായ ഇമാം നവവി, ഇബ്നു ഹജർ ഹൈതമി പോലെയുള്ള മഹാന്മാർ, ഇബ്നു റിഫ പോലെയുള്ള മഹാന്മാർ ഈ മാസത്തിൽ വഫാത്തായവരാണല്ലോ. അവരുടെ ഹളറാത്തിലും എത്തിക്കണേ തമ്പുരാനെ. സുൽത്താനുൽ ഹിന്ദ് എന്ന അപരനാമത്തിൽ വേൾഡിൽ പ്രസിദ്ധനായ മഹാനായ മുഈനുദ്ദീനുൽ ജിശ്തിയുൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസ്കമുള്ള ശംസുൽ ഉലമടക്കമുള്ള എല്ലാ മഹാന്മാരിലേക്കും എത്തിക്കണേ അല്ലാഹ്. ഈ നാട്ടിൽ മറവിട്ട് കിടക്കുന്ന വലിയുള്ളാഹി മുഹമ്മദ് മുസ്ലിയാരുടെ ഹളറത്തിലും എത്തിക്കണേ തമ്പുരാനെ. മറ്റ് മഹാന്മാരിലേക്കും എത്തിക്കണേ തമ്പുരാനെ. നിന്റെ മഹലായ ഫضل കൊണ്ട്, നിന്റെ ഹബീബായ നബിയുടെ ബറക്കത്ത് കൊണ്ട്, അംബിയാ ഉലിയാക്കളുടെ പ്രത്യേകിച്ച് അബൂബക്കറിന് സിദ്ദീഖിന്റെ ബറക്കത്ത് കൊണ്ട് പാവങ്ങളായ ഞങ്ങളുടെ ഖൽബകം നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. ശരീരത്തെ നീ ആരോഗ്യം കൊണ്ട് ശക്തിപ്പെടുത്തണേ തമ്പുരാനെ. രോഗങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വഞ്ചനകളിൽ പെടുത്തല്ലേ റബ്ബേ. കാലങ്ങളേറെ നിന്റെ ദീനി ഇഖ്ലാസോടെ പറഞ്ഞു നടക്കാൻ കിട്ടാനാണ്, അത് നിന്റെ സ്നേഹം കിട്ടാനാണ്. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുക എന്നറിയില്ല. ഇന്നലെ ഒരുപാട് ആളുകൾ മരിച്ചു, ഇന്നും മരിച്ചു. അതിൽ ഞങ്ങൾ പെട്ടിട്ടില്ലെങ്കിലും നാളെ മുതൽ മരിക്കാനുള്ളവരിൽ ഞങ്ങളുണ്ടല്ലോ റബ്ബേ. ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പുഞ്ചിരിച്ചുകൊണ്ട് പതറാതെ പറഞ്ഞ് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. സിദ്ദീഖിനെ പറഞ്ഞ ഈ അമല് അതിന് കാരണമായി പാവങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ. ഇതിനു വേണ്ടി ആഗ്രഹിച്ചവരുണ്ട്, ഇതിനു വേണ്ടി സേവനം ചെയ്തവരുണ്ട്, ഇതിനു വേണ്ടി പണം കൊടുത്തവരുണ്ട്. എല്ലാം നാളെ സിദ്ദീഖിന്റെ കൂടെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാൻ കാരണമാക്കണേ റബ്ബേ. ഞങ്ങൾ ബലഹീനരാ, നീ ബലവാനാണ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നോ പ്രതിസന്ധികളിൽ നിന്നോ രോഗങ്ങളിൽ നിന്നും നാണക്കേടിൽ നിന്നും ഗുരുത്തക്കേടിൽ നിന്നും അപമാനനിന്ദ പരിഹാസങ്ങളിൽ നിന്ന് പരാജയങ്ങളിൽ നിന്ന് ഖിയാമത്ത് നാളിന്റെ ബലാകളിൽ നിന്ന് പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ആക്സിഡന്റിൽ നിന്ന് സലാമത്താക്കണേ റബ്ബേ. കുടിവെള്ളം നഷ്ടപ്പെട്ട് മുലകുടിക്കുന്ന കുട്ടികൾക്ക് പോലും പാലില്ലാതെ കഷ്ടപ്പെടുകയാണ്. കിണറ്റിൽ വെള്ളം മടിയിലാണ്, പൈപ്പ് തുറക്കുമ്പോ ചളിവെള്ളമാണ്. ഇനി ഞങ്ങൾ ചിക്കാതെ ഞങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം നൽകണേ തമ്പുരാനെ. ശുദ്ധമായ കുടിവെള്ളം നൽകണേ തമ്പുരാനെ. ഈ പരിപാടി നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഇതിന്റെ സൂത്രധാരകന്മാര്, സംഘാടകർ, സഹായിച്ചവർ, ആള് പറയാമെന്നവര് എല്ലാവരെയും ഇതിനേക്കാൾ സന്തോഷത്തോടെ പാലാറ്, വീഞ്ഞാറ്, തേനാറ്, കളകളാരവം മുഴക്കി ഒഴുകുന്ന അരുവികളാൽ സമർത്ഥമായ സ്വർഗീയ പൂങ്കാവനത്തിൽ
മുസ്തഫ നബിയുടെ ജിവാറിൽ സിദ്ദീഖിന്റെ ചാരെ ചേർക്കണേ അല്ലാ. മക്ക മദീനകളിൽ എത്തിക്കണേ റബ്ബേ. ഹജ്ജ് ഉംറകൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ ഖൈറിൽ ഖൽഖ് സയ്യിദനാ മുഹമ്മദിൻ വഅലി സ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ സലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോട് കൂടി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സെറ്റിംഗ്സ് മനോഹരമായി നിയന്ത്രിച്ച പ്രിയപ്പെട്ട സഹോദരൻ നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും.